ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് ആപ്പിൾ കമ്പനി രാജ്യത്ത് വലിയൊരു കുതിപ്പ് നടത്തുകയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച $50 ബില്യൺ മൂല്യമുള്ള ഐഫോണുകൾ ആപ്പിൾ ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്തു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കരുത്തേകുന്നതാണ് ഈ ചരിത്ര നേട്ടം. ഒരു ഉപഭോക്തൃ രാജ്യത്തിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രം, അതായിരുന്നു ആത്മനിർഭർ ഭാരത് എന്ന ആശയം കൊണ്ടുവരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഫലം കാണുകയാണ്. സ്വദേശി നിർമ്മാണത്തിന് കരുത്തേകി 2025 മാത്രം $50 ബില്യൺ ഐഫോണുകൾ കയറ്റുമതി ചെയ്ത ആപ്പിൾ ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് പുതിയ ചരിത്രം എഴുതുകയാണ് ഭാരതം. ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. 2025 മാത്രം $50 ബില്യൺ, അതായത് ഏകദേശം 4.5 ലക്ഷം കോടി രൂപ ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത് എന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ ഭാരതം ഒരു ഉപഭോക്തൃ രാജ്യത്തിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുകയാണെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസത്തിനുള്ളിൽ തന്നെ $16 ബില്യൺ കയറ്റുമതി പിന്നിട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. ഇലക്ട്രോണിക്സ് ഉൽപാദനം കഴിഞ്ഞ 11 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചപ്പോൾ കയറ്റുമതി 8 മടങ്ങാണ് കുതിച്ചുയർന്നത്. ആപ്പിളിന്റെ ഈ ചുവടുമാറ്റം ഇന്ത്യൻ തൊഴിൽ വിപണിയിലും വലിയൊരു ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 3,50,000 നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങളാണ് ആപ്പിൾ വഴി രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. നിലവിൽ ഇന്ത്യയിൽ 5 ഐഫോൺ ഫാക്ടറികളാണുള്ളത്. ഇതിൽ 3 ടാറ്റ ഗ്രൂപ്പും 2 ഫോക്സ്കോണുമാണ് പ്രവർത്തിക്കുന്നത്. MSMEകൾ ഉൾപ്പെടെ 45 ഇന്ത്യൻ കമ്പനികൾ ഈ വിതരണ ശൃംഖലയുടെ ഭാഗമാണ് എന്നതും സ്വദേശി നിർമ്മാണത്തിന്റെ കരുത്താണ്. സ്മാർട്ട് ഫോണുകൾക്ക് പുറമെ ലാപ്ടോപ്പുകൾ, സെർവറുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇടം പിടിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ വർഷം 4 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി വാണിജ്യ ഉൽപാദനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആഗോള ചിപ്പ് വിപണിയിൽ ഭാരതത്തിന്റെ സ്വാധീനം കൂട്ടും. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആപ്പിൾ ഇന്ത്യയെ തിരഞ്ഞെടുത്തത് ഭാരതത്തിന്റെ ആഗോള പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. വൻതോതിലുള്ള വിദേശ നാണ്യം രാജ്യത്തേക്ക് ഒഴുകുന്നത് ഇന്ത്യൻ രൂപയെ കരുത്തുറ്റതാക്കും. ടാറ്റ പോലുള്ള ഇന്ത്യൻ കമ്പനികൾ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ചുവടുവയ്പും ഫലം കാണുന്നു എന്നതിന്റെ തെളിവാണ് ആപ്പിളിന്റെ ഈ റെക്കോർഡ് കയറ്റുമതി. iPhone 15, iPhone 16 തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലുകൾ ഇന്ത്യയിൽ വൻതോതിൽ നിർമ്മിക്കുന്നുണ്ട്. കയറ്റുമതിയിലുണ്ടായ ഈ വർധനവ് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം ഉയർത്താനും സഹായിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ ലോകത്തെ മുൻനിര രാജ്യമായി മാറ്റാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് വലിയ കരുത്താകും. മുൻപ് ചൈനയെ മാത്രം ആശ്രയിച്ചിരുന്ന ആപ്പിൾ ഇപ്പോൾ തങ്ങളുടെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കുകയാണ്. സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് മറ്റ് വിദേശ നിക്ഷേപകരെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ PLI പദ്ധതി ആപ്പിളിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. വരും വർഷങ്ങളിൽ ഐഫോൺ നിർമ്മാണത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യയിലേക്ക് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലും ഐഫോൺ വില കുറയാൻ കാരണമായേക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോകത്തിനു വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം വേഗത്തിൽ അടുക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയെ തങ്ങളുടെ പ്രധാന നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള ആപ്പിളിന്റെ നീക്കങ്ങൾ വലിയ വിജയമാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.